നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വരകൃപയാൽ എനിക്കിവിടെ സുഖമാണ്. ഇന്നത്തേതും ഒരു വീക്ക്ലി വ്ലോഗാണ്. ഈ ആഴ്ചത്തെ എൻ്റെ വീക്കിലുള്ള ഹൈലൈറ്റ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ ബെഡ് സ്പ്രെഡൊക്കെ മാറ്റി പില്ലോ കവറൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അതിൽ തുടങ്ങാമെന്ന് വിചാരിച്ചേ. എല്ലാ ആഴ്ചയും മോസ്റ്റ്ലി ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇത് കമ്പൽസറി ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ആ ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട്, എനിക്ക് കുറച്ച് ഞാൻ അലർജിക്കും കൂടിയാണ്. അപ്പോൾ കമ്പൽസറി ആയിട്ടും എന്ത് പ്രശ്നം വന്നാലും ഷീറ്റ് മാറ്റുന്ന ഒരു രീതിയുണ്ട് എനിക്ക്. ഇത് മാത്രമല്ല, എൻ്റെ രാവിലെ ഉണർന്നുള്ള ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഷീറ്റൊക്കെ വിരിച്ച് വെക്കുക എന്നുള്ളതാണ്. എനിക്ക് ബെഡ് സ്പ്രെഡൊക്കെ നീറ്റായിട്ട് വിരിച്ച് വെച്ചില്ലെങ്കിൽ ഒരു ദിവസം പോയി പോകും കേട്ടോ. സോ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ഈ രാവിലെ ഉണർന്ന ഫസ്റ്റ് തിങ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നീറ്റാക്കി വെച്ച് അത് ആ ബെഡ് നല്ലപോലെ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര എനിക്കറിയില്ല അത് പറയാനായിട്ട്. അത്ര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും. അത്രയും പ്രയാസമാണ് എനിക്ക്. സോ എൻ്റെ ഡെയിലി റൂട്ടീനിൽ പെടും ഷീറ്റൊക്കെ വൃത്തിയായിട്ട് വിരിക്കുന്നത്. പക്ഷേ ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത് കമ്പൽസറി ആയിട്ടും എവറി വീക്കെൻഡാണ്. പിന്നെയുണ്ടല്ലോ, എപ്പോൾ ഈ ഷീറ്റ് വിരിക്കാൻ ഞാൻ ശ്രമിച്ചാലും നമ്മുടെ വിരലിൻ്റെ നഖത്തിനടുത്തുള്ള ആ സ്കിന്നില്ലേ, അതെപ്പോഴും എനിക്ക് പൊട്ടാറുണ്ട്. ഇപ്രാവശ്യം എനിക്കതുപോലെ സംഭവിച്ചു. അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി, ഒരു ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻസിലിടണേ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടോ? എപ്പോഴും ആ നഖത്തിനടുത്തിരിക്കുന്ന ആ സ്കിൻ എപ്പോഴും ഇങ്ങനെ കീറിപ്പോകാറുണ്ട് അത് ഒരു 2 ദിവസം അത് നല്ല നീറ്റലും വേദനയുമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത്തിരി ഉപ്പ് കൊള്ളുമ്പോഴോ ഒക്കെ നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. അത് അങ്ങനെ വരാതിരിക്കാൻ എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിലിടണേ. അങ്ങനെ ബെഡ് വിരിച്ച് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ താരാകല്യാൺ ഡാൻസ് അക്കാഡമിയിലെ കുട്ടികൾ കരിക്കകം ക്ഷേത്രത്തിൽ പ്രോഗ്രാം ചെയ്തു. അതിനുശേഷം ആറ്റുകാൽ ക്ഷേത്രത്തിലും അതേപോലെ അവർ പ്രോഗ്രാം ചെയ്തായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ. ഈ ആഴ്ചയിലെ മറ്റൊരു ഹൈലൈറ്റാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി. എന്നെ വീട്ടിലെ ജോലിക്കൊക്കെ സഹായിക്കാനായിട്ട് എനിക്കൊരു ഹെൽപ്പറെ കിട്ടി. എൻ്റെ നെയ്ബറാണ് ഇവരെ സജസ്റ്റ് ചെയ്തത്. നല്ലൊരു ലേഡിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നാണ് ഇവർ വരുന്നത്. ഞങ്ങളുടെ ഏരിയയിലെ 2-3 വീടുകളിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. ഹലോ. എനിക്ക് ഇവർ വീടൊക്കെ തൂത്ത് തുടച്ച് തരും, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് തരും, പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരും, പാത്രം കഴുകി തരും. എനിക്കൊരു വലിയ സഹായമാണ് ഈ സമയത്ത് ഇവരെന്ന് പറയാൻ കേട്ടോ.
രാവിലെ നേരത്തെ ഉണർന്ന് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. പക്ഷേ പൂ കിട്ടുന്നത് ഈ സമയമാണ്. പൂ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പൂക്കളെല്ലാം അടുത്ത പ്ലോട്ടിലോട്ടാണ് വീഴുന്നത്. അവിടെ പണിക്കാർ വന്നിട്ട് അവരെടുത്ത് തരുമ്പോഴേ എനിക്ക് പൂ കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ പൂക്കളൊക്കെ ഞാൻ വിളക്കിനിട്ട് വെച്ചു. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ ആ പൂക്കളായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഹെൽപ്പറിൻ്റെ പേര് രാജം എന്നാണ്. ഞാൻ അവരെ രാജം അമ്മ എന്നാണ് വിളിക്കുന്നത്. ഇവർ വന്നതോടുകൂടി എനിക്ക് രാവിലെ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കൂട്ടായി. ഞാൻ നിലത്തിരുന്നാണ് കഴിക്കുന്നത്. അവരോട് ടേബിളിലിരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ അവർ കൂട്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പഴഞ്ചോറ് കഴിക്കും, അവർക്ക് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അതും നിലത്തിരുന്ന്. കൃഷ്ണ, ടേബിളിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രാജമ്മ. എവിടെയാ സ്ഥലം? തമിഴ്നാട്ടിലെവിടെയാ? സുസീന്ദ്രം അല്ല, സുശീന്ദ്രം. സുസീന്ദ്രം, സുശീന്ദ്രം. ആരൊക്കെയുണ്ട്? അച്ഛനമ്മയെല്ലാം ഇല്ല, സഹോദരങ്ങളെ ഉള്ളൂ. 5 പേരുണ്ട്, 4 പേരുണ്ട്. നിങ്ങളെ കൂടെ ചേർത്ത് 5. എന്നെ കൂടെ ചേർത്ത് 5. ഇപ്പൊ 4 പേരേ ഉള്ളൂ. അച്ഛമ്മയുടെ ഹസ്ബൻഡ് അതിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കുന്നു. റിട്ടയർമെന്റ്. മക്കള് 2 പേര്, നിഷ, നാൻസി. 2 പേര് വെറുതെ. ഒരാൾ BS നഴ്സിംഗ് ആണ്, പക്ഷെ എന്ത് ചെയ്യാൻ ഒരു പ്രയോജനമില്ല. കഴിച്ചോണ്ടിരിക്കും. പിള്ളേരെ കാര്യം ഉണ്ടല്ലോ നോക്കാൻ. കല്യാണം കഴിച്ചു, കല്യാണം കഴിഞ്ഞ് പിള്ളേര് 2 പേരുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നു. ചുമ്മാ ഇരിക്കാന്നല്ലോ, വീട്ടുകാരെ നോക്കും. വീട്ടുകാരെ നോക്കും. കുട്ടികളെ കുറച്ച് പ്രായമാകുമ്പോൾ ജോലിക്കൊക്കെ പോകാമല്ലോ. പോവാനുള്ള മനസ്സ് വേണം. പോയാ കൊള്ളാം അല്ലേ? അതെ, അവനവന് കൊള്ളാം. ഞാൻ എന്റെ കഞ്ഞി കുടിക്കണം, ജോലിക്ക് പറഞ്ഞോണ്ട് കാപ്പിയും കുടിക്കുന്നുണ്ട്. വീട്ടുകാരെ ജോലിക്കാർക്കൊന്നുമില്ല. അത് കാണുന്നവര് മനസ്സിലാക്കട്ടെ. എനിക്ക് പഴഞ്ചോറ് ഇഷ്ടം. നല്ലതല്ലേ? പോണോ? ബൈ, നാളെ കാണാം. ഓക്കെ. ഞാൻ ഓട്ടോയിൽ ഒരു സ്ഥലം വരെ പോവാണ്. എൻ്റെ സാരഥി മറ്റാരുമല്ല, അച്ചു തന്നെയാണ്. അച്ചുവിനെ നിങ്ങൾ സൗഭാഗ്യയുടെ വ്ളോഗ്സിലൊക്കെ കണ്ടു കാണും. സ്ഥിരമായിട്ട് ഒരുപാട് ഓട്ടോ ഓടുന്ന കുട്ടിയാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടിയും കൂടെ ഓടുന്നുണ്ട്. അച്ചു ശരിക്കും ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്.
ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വ്ളോഗിൽ പറഞ്ഞിരുന്നില്ല, എനിക്ക് കഴുത്ത് വേദന വന്നു, ഡോക്ടറെ അടുത്ത് പോയി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കത് ഇപ്പോൾ അതിങ്ങനെ മോശമായി വരാൻ കാരണം ഞാനിങ്ങനെ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ റിക്ലൈനറിൽ ഒരുപാട് നേരം ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് വളരെ ഓക്വേർഡായിട്ടുള്ള എൻ്റെ കഴുത്തിൻ്റെ പൊസിഷൻ കാരണമാണ് ഇപ്പോൾ അത് ട്രിഗർ ചെയ്തത്. പിന്നെ എൻ്റെ ഏജും ഒരു വലിയ ഫാക്ടറാണെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ എൻ്റെ സൗകര്യാർത്ഥം എൻ്റെ ഹൈറ്റിനും എൻ്റെ നെസസിറ്റിക്കും അനുസരിച്ച് ഒരു ടേബിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂട്ടുകാരി അനുക്കുട്ടിയുടെ അവിടെ വരുന്ന ഒരു മേസ്ത്രിയാണ് ഈ ഓർഡർ എടുത്ത് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ആസ് യൂഷ്വൽ വേറെ ആരുമല്ല, എൻ്റെ അനുക്കുട്ടിയും അനുക്കുട്ടിയുടെ ഹസ്ബൻഡും ഒക്കെ കൂടി ചേർന്നാണ്. പ്ലൈവുഡിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്, വീൽസൊക്കെ വെച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ റിക്ലൈനറിൽ ഒരുപാട് ഇങ്ങനെ കഴുത്ത് വേദനിക്കാതെയും അതിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലും അങ്ങനെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ അച്ചു കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും എനിക്കത് മുകളിൽ കൊണ്ടുവന്ന് വെച്ച് തന്നു. അച്ഛനും കൂടെ നന്ദി പറയുന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് അനുക്കുട്ടിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അനുക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു കേക്ക് ഞാൻ ഓർഡർ ചെയ്തു. സിംഗിൾ മേഡം 2 കേക്ക് ബാബു ചേട്ടൻ അതുമായിട്ട് അനുക്കുട്ടിയുടെ അടുത്തോട്ട് ചെല്ലണം. കേക്കൊക്കെ മുറിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് വിഷ് ചെയ്തു. അനുക്കുട്ടിയും ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തു. പതിവ് പോലെ ക്ലാസ്സിന് കുറച്ച് കുട്ടികൾ വന്നായിരുന്നു. ഇത് കാർത്തിക ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടുപ്പിയിലെ കൃഷ്ണൻ ടീച്ചറിന് വേണ്ടി. കൃഷ്ണൻ നീ തന്നെ വെച്ചേ. ഊഞ്ഞാലാണ് കൃഷ്ണൻ. അയ്യോ മോനെ മഞ്ചാടിയിലിരിക്കുന്നു കൃഷ്ണൻ. ഈ അടുത്ത് വരുന്ന ശിവരാത്രി നാളിൽ നമ്മുടെ
താരാ കല്യാൺ ഡാൻസ് അക്കാഡമിയിലെ കുട്ടികൾ നൃത്തപരിപാടി ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് ഈ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സൗഭാഗ്യയുടെ സ്റ്റുഡൻസും നൃത്തം ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടികൾ ഒരൊറ്റ ഐറ്റമാണ് കളിക്കുന്നത്, ബാക്കി മുഴുവനും സൗഭാഗ്യയുടെ സ്റ്റുഡൻസാണ് കളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ ഇനം ഭഗവാൻ മഹാദേവൻ്റെ പേരിൽ ഒരു ഐറ്റമാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് നെക്സ്റ്റ് ഡേ ആണേ. കഴിഞ്ഞ ദിവസം ഞാൻ ഷീറ്റൊക്കെ മാറ്റിയില്ലായിരുന്നു. അതൊക്കെ മെഷീൻ്റെ അകത്തിട്ട് നല്ലപോലെ കഴുകി ഉണക്കി ഇനി അതൊക്കെ മടക്കി വെക്കണം. ഷീറ്റൊക്കെ ഞാനൊരു ബാഗിലാക്കി അടച്ചാണ് വയ്ക്കുന്നത്. ഒട്ടും പൊടി കയറാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് വല്ലാത്ത അലർജി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അല്പം പോലും പൊടി കയറാതിരിക്കാൻ ബാഗിലാക്കി വയ്ക്കും ഞാൻ. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഫുള്ളായിട്ട് പഠിപ്പിച്ച് തീർന്നില്ല. പകുതിയോളമേ പഠിപ്പിച്ചുള്ളൂ. ബാക്കി ഐറ്റം പഠിപ്പിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ അത് കമ്പോസ് ചെയ്യാണ് ഞാൻ. പണ്ടൊക്കെ ആണെങ്കിൽ കളിച്ചൊക്കെ കമ്പോസ് ചെയ്യും. ഇപ്പോൾ ഈ കഴുത്തിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പാട്ടൊന്ന് കേട്ട് ഇരുന്ന് കമ്പോസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത ശേഷം കളിച്ച് നോക്കിയിട്ട് ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അടുത്ത ക്ലാസ്സിന് കുട്ടികൾ വരുമ്പോൾ ഈ കമ്പോസ് ചെയ്ത് വെച്ചത് അവരെ പഠിപ്പിക്കുകയും വേണം. കമ്പോസിങ് ഒക്കെ കഴിഞ്ഞു. എന്നാൽ ഇനി ഒന്ന് കളിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കളിക്കുകയാണ്. എന്തായാലും ഈ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് അങ്ങനെ അങ്ങ് എക്സേർഷൻ ഇല്ലാതെ ഒരു ചെറിയ രീതിയിൽ എന്നാൽ സ്റ്റെപ്പൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വെറുതെ ഒന്ന് കളിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ കുട്ടികൾ വരുമ്പോൾ ഞാൻ അഥവാ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ ഒന്ന് കണ്ട് റെഫറൻസോട് കൂടി അവരെ പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഞാനൊന്ന് കളിച്ച് റെക്കോർഡ് ചെയ്യണേ.
കമ്പോസ് ചെയ്തത് അടുത്ത ആഴ്ച കുട്ടികൾ വരുമ്പോൾ പഠിപ്പിച്ച് അത് ഞാൻ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ കുട്ടികൾ എങ്ങനെ കളിക്കുന്നു എന്നും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്രാവശ്യത്തെ വീക്ക്ലി ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ ഒരു എൻകറേജ്മെൻ്റ് ആണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ വീണ്ടും കാണാം. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.